SSLC ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് പരീക്ഷയില്ലാതെ നേരിട്ട് ജോലി ലഭിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ ആപ്ലിക്കേഷൻ എങ്ങനെ മൊബൈൽ വഴി നൽകാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോണിനകത്ത് ബ്രൗസർ ഓപ്പൺ ചെയ്തുകൊണ്ട് GDS ഓൺലൈൻ എന്ന് എൻ്റർ ചെയ്യുക. GDS ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ എന്ന് ഏറ്റവും മുകളിൽ തന്നെ സെർച്ച് റിസൾട്ട് ലഭിക്കുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ലഭിക്കും. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ നോട്ടിഫിക്കേഷനുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷനിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ജൂലൈ 15 മുതലാണ്. 2024 ഓഗസ്റ്റ് 5 വരെ നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. അപ്ലൈ ചെയ്ത ശേഷം ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 8 വരെയുള്ള തീയതികളിൽ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷനുകളോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ അത് വരുത്തുന്നതിനുള്ള സമയമാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നിങ്ങനെ 3 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ സാലറി എന്ന് പറയുന്നത് 12,000 മുതൽ 29,380 രൂപ വരെയാണ്. അതുപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നീ പോസ്റ്റുകളിലേക്ക് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ് സാലറി പറയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ചില കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 5 വർഷം കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 40 വയസ്സ് എന്നുള്ളത് 45 വയസ്സ് വരെ ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാം. അതുപോലെ OBC വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് 3 വർഷവും PWD വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് 10 വർഷവും, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കാണെങ്കിൽ 10 വർഷവും, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD പ്ലസ് OBC വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് 13 വർഷവും, അതായത് ഡിസബിലിറ്റിയും അതോടൊപ്പം OBCയും കൂടെയാണെങ്കിൽ 13 വർഷത്തെ ഇളവ് കൂടെ ഉണ്ട്. അതുപോലെ SC ST വിഭാഗത്തിൽ വരുന്ന ഭിന്നശേഷിക്കാരായ വിഭാഗക്കാർക്ക് 15 വർഷവുമാണ് ഇളവുള്ളത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. SSLC ആണ് പ്രധാനമായി ഉള്ളത് ഇതിൽ. അതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ്. അതുപോലെ സൈക്ലിംഗ് നിർബന്ധമാണ്. നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രദേശത്തെ ലാംഗ്വേജ് കൃത്യമായി അറിഞ്ഞിരിക്കണം. അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി നോട്ടിഫിക്കേഷൻ വായിച്ച് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയായി നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് ഫോട്ടോ രൂപത്തിൽ JPG രൂപത്തിലാക്കി നമ്മുടെ ഫോണിനകത്ത് സൂക്ഷിക്കണം. ഇതിൻ്റെ പരമാവധി സൈസ് 50 KB ഫോട്ടോഗ്രാഫിൻ്റെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ പരമാവധി സൈസ് 50 KB താഴെയും സിഗ്നേച്ചറിൻ്റെ സൈസ് 20 KB താഴെയുമായിരിക്കണം എന്ന് പ്രത്യേകം അതിൽ പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം വീണ്ടും നമ്മുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇവിടെ ഏറ്റവും മുകളിലായി നമുക്ക് സ്റ്റേജ് 1 രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. സ്റ്റേജ് 1 രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ, ഫോർഗോട്ട് രജിസ്ട്രേഷൻ എന്നിങ്ങനെ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയ ഒരു ഇൻ്റർഫേസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് നൽകണം. ആദ്യം തന്നെ ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു. ഇവിടെ കൃത്യമായി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ ഇമെയിൽ, അതും കൃത്യമായി എൻ്റർ ചെയ്യുക. പേര്, അച്ഛൻ്റെ പേര്, ജനന തീയതി, ജെൻഡർ, കമ്മ്യൂണിറ്റി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം വാലിഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. an OTP സെൻറ്റ് ടു യുവർ മൊബൈൽ നമ്പർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് യുവർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് ഒരു OTP നമ്മുടെ മൊബൈൽ നമ്പറിനകത്തേക്ക്, നമ്മളിവിടെ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായി അതിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിൻ്റെ തൊട്ട് വലതു ഭാഗത്ത് OTP എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ കൃത്യമായി ആ OTP എൻ്റർ ചെയ്യുക. വന്നിരിക്കുന്ന OTP കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൊബൈൽ നമ്പർ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്നാണ് വലതുഭാഗത്ത് കാണിക്കുന്നത്. അതുപോലെ ഇമെയിൽ ID വലതുഭാഗത്ത് വാലിഡേറ്റ് ഇമെയിൽ ID എന്ന് കാണിക്കുന്നുണ്ട്. അവിടെയും വാലിഡേറ്റ് ഇമെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. അത് കൃത്യമായി എൻ്റർ ചെയ്യുക. OTP സാധാരണയായി അക്കങ്ങളാണ് ഉണ്ടാവാറ്. ഇവിടെ
അക്കവും അക്ഷരവും ഇടകലർന്നുള്ള OTP ആണ് വന്നിട്ടുള്ളത്. OTP കൃത്യമായി അതിലേക്ക് എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഇപ്പോൾ ഇമെയിൽ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വാലിഡേഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി താഴെ കാണുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത് നൽകിയ ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയൊരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ്. പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ഫോർ രജിസ്ട്രേഷൻ. നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി പ്രോസസ്സ് കൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ കൊടുത്ത ശേഷം അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മറ്റൊരു ഇൻ്റർഫേസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് യുവർ ഡീറ്റെയിൽ ബിലോ എന്ന് പറയുന്നുണ്ട്. അവിടെ ആധാർ നമ്പർ, അതുപോലെ നമ്മുടെ ഡിസബിലിറ്റി ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ലാംഗ്വേജ്, SSLCക്ക് സെക്കൻഡറി സ്കൂളിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന SSLCക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ലാംഗ്വേജ്, എംപ്ലോയിഡ് ആണോ അല്ലയോ, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്ക് 1 by 1 ആയി ഫിൽ ചെയ്യാം. നമ്മുടെ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന ചോദ്യമാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ ഏത് വിഭാഗത്തിലാണെന്ന് ചോദിക്കും. ABC അങ്ങനെ കാറ്റഗറിയിൽ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഏത് PWD സബ് കാറ്റഗറിയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നൽകുക. തൊട്ടുതാഴെ നമ്മുടെ ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. SSLCക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഇവിടെ മലയാളമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. വെദർ എംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും, വർക്ക് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കൊടുക്കുക. എന്ത് തന്നെ കൊടുത്താലും കുഴപ്പമില്ല. തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 50 KB താഴെ വരുന്ന 200 DPI ഡയമെൻഷൻസുള്ള 200x230 പിക്സലിൽ വരുന്ന ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ 20 KB താഴെ വരുന്ന 200 DPI ഡയമെൻഷൻസിലുള്ള 140x60 പിക്സൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ഫോണിനകത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം വായിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ ഒരു ഡിക്ലറേഷൻ കൂടെയുണ്ട്. ആ ഡിക്ലറേഷൻ്റെ ഇടതുഭാഗത്തേക്ക് കാണുന്ന ടിക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡിയർ കാൻഡിഡേറ്റ്, യുവർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. യുവർ രജിസ്ട്രേഷൻ നമ്പർ ഈസ് എന്ന് പറഞ്ഞ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതിനു താഴെ കണ്ടിന്യൂ ടു അപ്ലൈ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ആണ് പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഏത് സർക്കിളിലേക്കാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേരള സർക്കിളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. കേരള എന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിനകത്തേക്ക്, ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. OTP എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ടെക്സ്റ്റ് കൂടെ കൃത്യമായി അവിടെ കൊടുത്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഒരു പേജിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിലും പേരും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് എന്നിങ്ങനെ 2 അഡ്രസ്സുകൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആദ്യം നൽകാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നൽകിയിരിക്കുകയാണ്. തൊട്ട് വലതു ഭാഗത്തായി പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ സെയിം ആസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന ഭാഗത്ത് ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്ത് പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെന്ന് കാണിക്കാം. അതിന് താഴെ കാണുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏത് സർക്കിളിലെ നമ്മൾ നേരത്തെ നൽകിയ ഡീറ്റെയിൽ അവിടെ കാണാം. 2007 ആണ് SSLC പാസ്സായത് എന്നും കേരളത്തിൽ നിന്നുമാണ് SSLC ലഭിച്ചതും എന്നുള്ള വിവരങ്ങൾ അവിടെ നേരത്തെ നൽകിയിട്ടുണ്ട്. ഏത് ബോർഡ് എക്സാമാണ് നമ്മൾ പാസ്സായത് എന്നാണ് ചോദിക്കുന്നത്. സെലക്ട് ബോർഡ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. കേരള SSLC ഫ്രം 2007 to 2012 എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് താഴെ സെലക്ട് റിസൾട്ട് ടൈപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. റിസൾട്ട് ടൈപ്പ് ഗ്രേഡ് ആണോ മാർക്കാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഗ്രേഡ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഗ്രേഡ് എന്നത് സെലക്ട് ചെയ്യാം.
ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന SSLCക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകളുടെ അല്ലെങ്കിൽ ഗ്രേഡ് എൻ്റർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് SSLC എക്സാമിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് അവിടെ കൃത്യമായി SSLC സർട്ടിഫിക്കറ്റ് നോക്കി എൻ്റർ ചെയ്യുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകളെല്ലാം അവിടെ കൃത്യമായി രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഗ്രേഡുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ അടുത്ത സ്റ്റേജിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇവിടെ ചൂസ് യുവർ പ്രിഫറൻസസ് ഇയർ എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് തപാൽ ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്താനാണ് പറയുന്നത്. ഇവിടെ സർക്കിൾ കേരള എന്ന് കാണുന്നുണ്ട്. സെലക്ട് ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. ഏത് ഡിവിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കുക. നമ്മുടെ തൊട്ടടുത്ത പ്രദേശം ഏതാണ് എന്ന് നോക്കി അത് ഇതിനകത്ത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ മഞ്ചേരി ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് താഴെയായി കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം പറയുന്നുണ്ട്. ഫോളോവിങ് പോസ്റ്റ് ആർ ഷോൺ ബേസ്ഡ് ഓൺ യുവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പ്രിഫറൻസസ് നൽകാനാണ് പറയുന്നത്. മഞ്ചേരി ഡിവിഷന് കീഴിൽ 100 പോസ്റ്റ് ഓഫീസുകളാണുള്ളത്. ഇതിൽ ഏറ്റവും നിയറസ്റ്റ് വൺ ഏതാണോ അത് ആദ്യത്തെ പ്രിഫറൻസ് നൽകിക്കൊണ്ട് നിങ്ങൾ അപേക്ഷ നൽകുക. ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്നാമതായും തൊട്ടുവരുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് രണ്ടാമതായും വീണ്ടും കുറച്ചുകൂടെ ദൂരത്ത് വരുന്നത് മൂന്നാമതായും അങ്ങനെ നിങ്ങളുടെ വീടിന് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഏതാണോ അടുത്ത് വരുന്നത് അത് ആദ്യം ഒന്നാമത്തെ പ്രിഫറൻസ് നൽകിക്കൊണ്ട് പൂർണ്ണമായും എല്ലാ പോസ്റ്റ് ഓഫീസുകളിലെ പ്രിഫറൻസിൽ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പ്രിഫറൻസ് എല്ലാം കൃത്യമായി എൻ്റർ ചെയ്ത ശേഷം താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ കൂടെ റീഡ് ചെയ്ത് ഡിക്ലറേഷൻ്റെ തൊട്ട് താഴെ കാണുന്ന ടിക്ക് ബോക്സ് മാർക്ക് ചെയ്ത് താഴെയുള്ള സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ഒരു പോപ്പ് മെസ്സേജ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലീസ് പേ ദ ഫീ ടു കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് നൽകേണ്ടതില്ല. മറ്റു ഉള്ള ആളുകൾക്ക് 100 രൂപ ഫീസ് നൽകേണ്ടതുണ്ട്. ഫീസ് വൺസ് പെയ്ഡ് വിൽ നോട്ട് റീഫണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്. ഓക്കെ കൊടുത്ത ശേഷം പേയ്മെൻറ്റ് പേജിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പേരും മൊബൈൽ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും എല്ലാം കാണുന്നുണ്ട്. OBC കാറ്റഗറിയാണ്. 100 രൂപ ഫീസ് നൽകേണ്ടതുള്ളൂ. മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, QR കോഡ്, വാലറ്റ് എന്നിങ്ങനെ ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. 4 രീതിയിലും നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇവിടെ ഞാൻ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. 4 പേയ്മെൻറ്റ് മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് പൂർത്തീകരിക്കുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു പോപ്പ് മെസ്സേജ് നമുക്ക് കാണാം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വിവരങ്ങളെല്ലാം കൃത്യമായി അതിനകത്തുണ്ട്. ഏറ്റവും താഴെയായി പ്രിൻ്റ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തേക്ക് PDF രൂപത്തിൽ നമുക്ക് ഇത് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഇത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. SSLC ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകൾക്ക് പരീക്ഷയില്ലാതെ ജോലി ലഭിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റിലേക്കുള്ള അപേക്ഷ നൽകുന്ന വിധമാണ് ഇന്ന് ഞാനിവിടെ പങ്കുവച്ചത്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എല്ലാവരും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.